നമ്മളെ പഴയ തറവാട് എന്നൊക്കെ പറയില്ലേ, ഒരു 100 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട് കാണാം. നമ്മുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. കളം എന്നാണ് നമ്മൾ അറിയപ്പെടുക. കളത്തിലെ ഈ ഒരു പഴയ തറവാട് നമുക്ക് ഒന്ന് വേറിട്ട അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ മനോഹരമായ കാഴ്ച, മുന്നിലൊരു നല്ല മൂച്ചിന്നാവില്ല മാങ്ങയുടെ മരവും, നല്ല വൈബാണ്. ഇതിൽ ഈ വീടിൻ്റെ പോലുള്ള ഈ ഭാഗം ഇതവരുടെ 2000-ലൊക്കെ ചെയ്തതാണ് ആ വർക്ക്. അതിൻ്റെ മുൻപ് അത് വേറൊരു ഡിസൈനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ആ ഒരു ഏജ് ഡിഫറൻസ് നല്ലോണ്ട്. വീടിൻ്റെ മുന്നിൽ നല്ല ചുമന്ന കളറിൽ നല്ല റെഡ് നമ്മുടെ ഇഷ്ടികയുടെ ഒരു നല്ല മനോഹരമായ കാഴ്ചയുണ്ട്. ഇത് അടുക്കള ഭാഗവും സിറ്റൗട്ടിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഗ്യാപ്പാണ് അവിടെ. നല്ല ഭംഗി തന്നെ കാണുന്നുണ്ട്. ഇങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ വീട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് നമുക്കിപ്പോൾ അതേപോലത്തെ വീഡിയോകൾ എടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഒരുപാട് പഴഞ്ചൻ വീടുകൾ, പഴമയെ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള വീടുകൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വീട് അന്നത്തെ കാലത്ത് നമ്മളെ വെട്ടുകല്ലും കൊണ്ടാണ് പടവ് നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ഇത്ര പഴമയുള്ള, ചിലവർക്കൊന്നും പഴമ പറ്റില്ല കേട്ടോ, കാരണം ഇത്രയും ഒരുപാട് പഴമയൊന്നും പറ്റില്ല. ഈ വീടിൻ്റെ വേറൊരു ഇത് എന്ന് പറഞ്ഞാൽ, ഈ വീടിൻ്റെ ഇപ്പം ഈ കാണിക്കുന്ന ഭാഗമല്ലേ, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, തേക്ക്, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തിൽ കൂട് കൂട്ടാൻ ഒരുപാട് വവ്വാലുണ്ടായിരുന്നു. അതൊരു നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവരെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന, അതും ഒരേ ലെവലിൽ ഒഴിഞ്ഞു പോകുന്ന ഒരു വവ്വാലിൻ്റെ കൂട്ടുണ്ടായിരുന്നു. അതൊരു നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ അത് എപ്പോഴും വലിയ രസമൊന്നുമില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ എന്താ പറയുക, ഈ വവ്വാല് കാരണമാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നില്ലേ. അന്ന് പിന്നെ ഭയങ്കര പേടിയായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഈ തറവാട്ടിൽ അവരുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് കോട്ടരുമയായിരുന്നു. കോട്ടരുമ എന്നുള്ളത് കറുത്ത വണ്ട്, ചെറിയ വണ്ട് അങ്ങനെയൊക്കെ പറയും. അതാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു. ഇതാണ്, ഈ ഭാഗത്താണ് ഞാൻ ആ പറഞ്ഞിരുന്ന മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. തേക്ക്, ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നമുക്കിങ്ങനെ കണ്ടിരിക്കായിരുന്നു. വവ്വാലുകൾ ഒരുപാട് തൂങ്ങിക്കിടക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാം. അതൊരു മൊസൈക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇത് കാവ്യായിരുന്നു, ഒരുപാട് മുൻപ് ഇത് തളിച്ചതായിരുന്നു. അതായത് ചാണകം കൊണ്ട് തളിക്കുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. പിന്നെ അതിന് ശേഷം കുറേ കാലത്തിന് ശേഷം അവരുടെ വീട്ടിൽ കല്യാണമൊക്കെ വന്നപ്പോൾ അവരിത് മൊസൈക്കാക്കി. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊസൈക്ക് ഇപ്പോൾ അത് വേണമെങ്കിൽ പോളിഷൊക്കെ ചെയ്യാം. ഇത് ഇത് ഉള്ളിലേക്കുള്ള കാഴ്ച കേട്ടോ. നേരെ അത് തുറക്കുന്ന വാതിലിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു പത്തായപ്പുര ഉണ്ടായിരുന്നു. പത്തായപ്പുരയുടെ എടുത്ത് കാണിക്കുന്നത്, കഴിഞ്ഞ 1-2 പത്തായപ്പുരയൊക്കെ ഞാൻ കാണിച്ചിരുന്നു. നമ്മുടെ വീട്ടിലൊരു പത്തായപ്പുരയുടെ വാതിലുണ്ട്. അതൊക്കെ കാണിച്ചപ്പോഴും നമ്മൾ കാണാത്തൊരു സംഭവം, അതായത് ഈ വീട്ടിൽ അതായത് നെല്ല് വയ്ക്കാനുള്ള സംഭവങ്ങളായിരുന്നു കൂടുതലും ഇവർ പ്രാധാന്യം നൽകിയിരുന്നു. ഓരോ അറ പോലെയായിരുന്നു. അതിൻ്റെ ഇപ്പം ഇന്ന് നമ്മളെടുത്ത രാമേട്ടൻ്റെ വീടുണ്ടെങ്കിൽ ആ വീടിൽ നമുക്കതിൻ്റെ അറ കാണിക്കുന്ന അതിൻ്റെ ഒരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഓരോ തട്ടായിട്ടായിരുന്നു വെച്ച്. ഇത് നമ്മളെ മച്ചിക്കുള്ള വഴിയാട്ടോ, മച്ചിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. ഇതിൽ കണ്ടോ, ഇതിൻ്റെ
ഓരോ ഭാഗത്തും ഒരു ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് കേട്ടോ. ഈ മച്ചിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഒരു നെൽക്കതിരുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ഉണ്ടോ എന്നറിയില്ല. ഒരു നെൽക്കതിരുണ്ട്. ഇത് പഴയ പാലൊക്കെ ഇട്ട് വെക്കാനുള്ള കുടമായിരുന്നു അത്ര. പശുവും പാലൊക്കെ ഒരുപാടുണ്ടായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ ഈ ഭാഗം കണ്ടില്ലേ, ഞാൻ കൈ വെച്ച ഭാഗം, ഇതാണ് നമ്മുടെ പലക ഇടുന്ന ഏരിയ കേട്ടോ. അരി കൂടുന്നതിന്, നെല്ല് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പലകയുടെ ഹൈറ്റ് കൂട്ടി കൂട്ടി വരും. പണ്ടത്തെ തറവാടുകളിലൊക്കെ നെല്ലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഐശ്വര്യമുള്ള കാര്യമായിരുന്നു. മച്ചാണ്, മരത്തിൻ്റെ മച്ചാണ്. നമ്മുടെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പരാജയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ ഓരോ മൂലയ്ക്കൊക്കെ കോട്ടൺ മഷല് ഭയങ്കരമാണ്. അതിനുശേഷം ഇങ്ങനെ വന്നാൽ നമ്മുടെ ഒരു ബെഡ്റൂമാണ്. ഒരു പഴയ കണ്ടില്ലേ, നമ്മുടെ കൊതുകുവലൊക്കെ വയ്ക്കാൻ പറ്റിയ പഴയ രീതിയിലുള്ളൊരു ബെഡ്റൂം. നമ്മൾ ചെറിയ ബെഡ്റൂമിന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ റൂമിലും ചെറിയ ബെഡ്റൂമാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നേരെ മൊസൈക്കിലേക്ക് തന്നെ കയറി. ഇനി നമുക്ക് അവിടെ ഒരു ഹാള്, അതായത് ലിവിങ് റൂം, പണ്ടത് 2 റൂമായിട്ട് തിരിച്ചതായിരുന്നു പറഞ്ഞത്. അതായത് വീടുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവിടെ ഒരു ലിവിങ് ഹാളാണ്. അത് സിറ്റ് ഔട്ടിൽ നിന്നും കയറാം, ഒരു ഹാളിൽ നിന്നും കയറാം. അങ്ങനത്തെ ഒരു വൈബ്. ഇത് നമ്മൾ പഴയ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന കണ്ണാടി കേട്ടോ. അത് കണ്ട 90കളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതൊരു അവരുടെ റിലേഷൻ കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അവർക്ക് അറിയില്ല. കാണാൻ എന്തായാലും നല്ല രസമുണ്ട്. അത് ഞാൻ 2-3 വട്ടം എന്നെ കാണിച്ചത്. ഇത് അവരുടെയൊക്കെ മുത്തശ്ശിമാരുടെയൊക്കെ ഫോട്ടോയാണ്. ഇതായിരുന്നു ഈ വീട്ടിലെ അമ്മ. അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ പത്തായപ്പുരയുടെ ഉള്ളിലേക്ക് ഈ ഫോൺ കണ്ടില്ലേ, ഇതിപ്പോഴും ഉണ്ട് ഫോണ്. അത് നമ്മുടെ വീട്ടിൽ പണ്ട് 2007 ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അങ്ങനെ നമ്മളെ പഴയ കോണി ഇങ്ങനെ കയറി, നല്ല മനോഹരമായിട്ട് ഇങ്ങനെ കയറി. അതൊരു വൈബൻ കേട്ടോ, കോണി കയറുക എന്ന് പറയുന്നത്. അത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബാൽക്കണി പോലെ. ഇതൊരു വൈബന്നെ കേട്ടോ. കാരണം അവർ ജനൽ പൊളിച്ചതാണിത്. അവർ തേങ്ങയൊക്കെ ഉണക്കാടാൻ വേണ്ടിയുള്ള ടെറസായിരുന്നു. അത് അവർ ഓൾറെഡി പണ്ടുള്ള വീടിന് ഇങ്ങനത്തെ ടെറസായിരുന്നില്ല, അവിടെ കോടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വീടൊരു 3 പടി ഉയരത്തിലാണെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ നമ്മുടെ ഈ കളത്തിൽ വീട് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റ് വലിയ തടിയുള്ള ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് വലിയ കുഴപ്പമില്ലാതെ അതിനിടയിൽ കൂടെ കാലിട്ട് അങ്ങനെ പോവാം. അങ്ങനെ ഇതിൻ്റെ ബെഡ്റൂമുകൾ ഇതിപ്പോൾ വാതിലുകളൊക്കെ തിരുകുറ്റി വാതിലായിരുന്നു പണ്ടത്തെ. അതിൽ ചില വാതിലൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിനെ പറ്റിയുള്ള, വീടിനെ പറ്റിയുള്ള നമുക്കുള്ള അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് പണ്ടത്തെ ഒരു അലമാര. ജനലുകൾ കണ്ടില്ലേ, ഇത് ആ വീട്ടിലത്തെ പഴയ ഫോട്ടോയാണ് കേട്ടോ. അവിടുത്തെ ജയേട്ടനും വൈഫും, ഇത് ജയേട്ടനും വൈഫും, മറ്റേത് അവരുടെ പെങ്ങളും ഭർത്താവും. എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ. പഴയ ഒരു കസേര കേട്ടോ. ഈ ഒരു കസേര നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ, കല്യാണത്തിനൊക്കെ ഒരുപാടുണ്ടായിരിക്കും അത്. അങ്ങനെ റൂം തുറന്നിരിക്കുന്ന കാലത്തിൽ, അതായത് ഇതിലൊക്കെ ടൈലാണ് ഇട്ടുള്ളത്. ഇത് കാവ്യാണ് കേട്ടോ. ടൈലിട്ട് റൂമുണ്ട്. അതങ്ങനെ മച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മച്ച് കാണിക്കുന്നതിനാണ്.
രണ്ടാം നിലേൻ്റെ മുകളിലുള്ള മച്ചാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അത് നമുക്ക് അതിൻ്റെ വൈബ് കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ നെല്ലിടുക എന്നാണ് പറഞ്ഞത് അവർ. ഓരോ ബെഡ്റൂമുകളും, ഇതൊരു ബെഡ്റൂമാണ് അല്ലേ, നല്ല മനോഹരമായിട്ട് തന്നെയുള്ള ഒരു ബെഡ്റൂം. പുറത്തോട്ട് തുറന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുണ്ട്. നമ്മുടെ എല്ലാ ബെഡ്റൂമിലൊക്കെ പഴയ ബെഡ്റൂം അവർക്ക് ബാത്റൂം അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലേ മച്ചിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ്. അത് കഴിഞ്ഞ് സാധാ അത് കഴിഞ്ഞിട്ട് പിന്നെ മച്ചിൻ്റെ മുകളിലേക്കൊരു വഴി. മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഏറ്റവും മുകളിലുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ മച്ചിൻ്റെ മുകളിൽ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം കോട്ടർമ ശല്യമുണ്ട്, പിന്നെ ആളുകൾ കുറവാണ്. പക്ഷെ ഇത് കണ്ടിരിക്കാൻ ഒരു രസം കേട്ടോ, വൈബാണ്. അതായത് പഴയ തറവാടിൻ്റെ മുകളിലേക്ക് കയറുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഇതായിരുന്നു അത്. അങ്ങനെ മുകളിൽ കണ്ടില്ലേ, മുകളിലൊന്നും ചെയ്തില്ല കേട്ടോ, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. മണ്ണൊന്ന് തളിച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട്. തളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം മെഴുകുക അല്ലേ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലയുടെ തൊട്ട് മുകളിലാണ്, തലയുടെ മുകളിലല്ല, തല തട്ടും അത്ര ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ താഴത്തോട്ട് ഇറങ്ങി അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴത്തോട്ടുള്ള വഴി ഇതാണ്. അതിൽ താഴത്തോട്ടുള്ള വഴിയിൽ ഇപ്പോൾ ഏറ്റവും മുകളിലെ മച്ചമ്പുറമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. ചെറിയ കോണിയാണ്. ചെറിയ കോണി പറഞ്ഞാൽ നമ്മളെ മരത്തിൻ്റെ വലിയ കനൊന്നും ഇല്ലാത്ത ടൈപ്പ് കോളനിയാണ്. കോളനിയല്ല, കോണിയാണ്. നമ്മുടെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ബെഡ്റൂം, മുകളിലൊക്കെ ഉള്ള ബെഡ്റൂമൊക്കെ അറിയാമല്ലോ, നല്ല ക്യൂട്ട് ബെഡ്റൂമാണ്. നമുക്ക് ഏറ്റവും നമുക്കിഷ്ടം നമ്മളെ ബെഡ്റൂം എപ്പോഴും ചെറുതായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മളെ 2 ബെഡ്റൂം 10 ബെഡ്റൂമാണ്. 1 9 7 ബെഡ്റൂം വരുന്നത് അല്ലേ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇപ്പോൾ അവർ വിറകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഏരിയയാണ്. അത് ആ അടുക്കളയിലേക്ക് പോകുന്ന വഴിയാണത്. ഇതല്ലേ നമ്മളെ പഴയ യൂറിൻ പാസ് ചെയ്യുന്ന ഏരിയയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീടിൻ്റെ പുറത്തേക്ക്. ഇത് കണ്ടില്ലേ തിരകുറ്റി, ഇതൊക്കെ തിരുകുറ്റി വാതിലാണ്. സൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീടിൻ്റെ താഴത്തോട്ട് ഇറങ്ങാൻ പോവാണ്. താഴത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ താഴത്തോട്ട് ഇങ്ങനെ പോയി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി. ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് മതി, പെട്ടെന്ന് ആരും വീഴാതിരിക്കാനുള്ളൊരു സഹായം മാത്രം. അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ്, ഒരു ചെറിയ ബെഡ്റൂമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാം അല്ലേ. അടുക്കള കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണാത്തുള്ളത്. അടുക്കള കാഴ്ചയിൽ ഇത് പണ്ടത്തെ ഒരു ഇത് കണ്ടില്ലേ, എങ്ങനെ പറയാം, കണ്ടത്തെ കസേരയാണ്. ഇങ്ങനൊരു കസേര ഇന്ന് ഞാനൊരു വീട്ടിൽ കണ്ടിരുന്നു. അത് നല്ല മനോഹരമായിട്ടുള്ള കസേര തന്നെ. അത് മഴയെ കൊണ്ടാകെ കേടുന്നു. ഇത് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ജനൽ മാറ്റിയത് കേട്ടോ അവർ. ഇത് കണ്ടില്ലേ, ഇരുമ്പിൻ്റെ ജനൽ വന്നിട്ടുണ്ട് അവിടെ മറ്റേ ജനലായിരുന്നു ഉണ്ടായിരുന്നത് മരത്തിൻ്റെ. അത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഇങ്ങനത്തെ ജനൽ വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ മച്ചാണ് കേട്ടോ. മച്ചിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ബെഡ്റൂമുകളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഇത് കണ്ടില്ലേ, പണ്ടത്തെ എങ്ങനെ പറയുക, സ്റ്റെപ്പപ്പ് അല്ലേ. ഇത് കണ്ട ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നടുത്ത് ഇരിക്കും, എന്നിട്ട് നമ്മൾ ആ സ്വിച്ച് നോക്കുമ്പോൾ അത് ഓണാവും. അതിൽ ക്ലിയർ ആയിരിക്കണം
അങ്ങനത്തെ ഒക്കെ ഒരു സമയമായിരുന്നു അന്ന്. അങ്ങനെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. ഇത് ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളത്തെ ഇതൊക്കെ അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതായത് പുതിയ സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവർ നേരെ ഇത് പുറത്തോട്ടുള്ള വഴിയാണ്. ബാക്ക് വശത്തേക്ക്, വീടിൻ്റെ ബാക്ക് വശത്തേക്ക് ഇറങ്ങാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ബാക്ക് വശം കാണുകയാണ്, കണ്ടില്ലേ? ബാക്ക് വശം ഇപ്പോൾ അവരവിടെ വിറകൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സൈഡിൽ പഴയ ബാത്റൂം, യൂറോപ്പിനുണ്ട് ഇന്ത്യനൊക്കെ ആയിട്ടൊരു ബാത്റൂമുണ്ട്. അപ്പോൾ അത് പഴയതാട്ടോ, അതായത് ഇന്നത്തെ ഇതിൽ പറ്റുമെന്ന് ഉറപ്പില്ല. അങ്ങനെ അത് തുറന്ന് നല്ല ഇതാണ് നമ്മളെ ബാത്റൂം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു യൂറോപ്പിനും ഒരു ഇന്ത്യനും. ഇതിപ്പോൾ അവർ ഉപയോഗിക്കുന്നൊന്നുമില്ല, കുറേ കാലം മുന്നേ നിർത്തി വെച്ചതാണ്. ഇതിൻ്റെ വിറക് നല്ല ഭംഗിയിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വാതിലൊക്കെ അടച്ച്, ഒരു കുഞ്ഞ് വാതിൽ, ചെറിയൊരു വാതിൽ, അതിൽ ചെറിയൊരു പഴയ സാധനങ്ങളൊക്കെ കുളിമുറി പോലെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളാണ്. വെള്ളവും പൈപ്പും പാത്രം കഴുകാനുള്ള ഏരിയയും അങ്ങനെയൊക്കെയാണ് അത് അവിടെ കിടക്കുന്നത്. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്ന്, ഇതൊരു പഴയ അടുക്കളയ്ക്കുള്ള വഴി കേട്ടോ. ചെറിയ വഴി, കുഞ്ഞു വഴി പറഞ്ഞാൽ നമ്മളെ 4.5 അടി വലിപ്പമുള്ളൊരു വാതിൽ. അങ്ങനെ നമ്മൾ അടുക്കള ഭാഗമാണ് ഈ കാണുന്നത്. ഇത് പഴയ നമ്മുടെ ഇതിട്ടോ, എന്താ പറയുക, അലമാര. ഇന്നത്തെ പുതിയ അലമാരയല്ല, പണ്ട് ഉണ്ടാക്കിയ അലമാരയാണ്. അത് ആ തറവാട്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്തുള്ള അലമാരയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു പുകപ്പരയും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പൂച്ച നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ചാടി ഓടി. ഇവിടുത്തെ മീനും തിന്നാൻ പറ്റില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ടാണ് ഓടിയത്. അങ്ങനെ അത് പഴയ ബാത്റൂമിൻ്റെ സ്വിച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വിഷയം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ഫ്രണ്ടേജിലേക്ക് അടുക്കളയിൽ നിന്ന് നോക്കുന്ന വ്യൂ കേട്ടോ, അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പുറത്തോട്ടുള്ള ബാക്കിലേക്കുള്ള വ്യൂ ആണിത്. ബാക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയുടെ ബാക്കിലേക്ക്. അതിപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ രീതിയിലാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള കാണിച്ചു തരാനുള്ള കാഴ്ച. നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഒരുപാട് വീഡിയോകളുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. പഴയ തറവാടുകളും പഴയ വീടുകളും പുതിയ വീടുകളിലെ വെറൈറ്റികളും ഇതൊക്കെയായിരിക്കും നമ്മുടെ മെയിൻ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർക്കും കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ലോട്ട്.